അയാളുടെ സബ്സ്ക്രൈബേഴ്സ് ആയ 65,000 മനുഷ്യർ അത് കേട്ട് മാഷാ അല്ലാഹ് പറയും. അപ്പോഴും തങ്ങളുടെ ഉമ്മയെ ജീവിപ്പിക്കാൻ എന്താ ഉപ്പ ഷെയ്ഖിനോട് പറയാത്തതെന്ന് 5 കുരുന്നുകൾ നെടുവീർപ്പിടുന്നുണ്ടാകും. അസ്സലാമു അലൈക്കും. പ്രസവം ഒരു സാധാരണ കാര്യമാണ്. മനുഷ്യരുണ്ടായ കാലം തൊട്ട് തുടർന്നു വരുന്ന ഒരു സാധാരണ സംഭവം. മനുഷ്യൻ മാത്രമല്ല, മുട്ടയിടാത്തതോ അല്ലെങ്കിൽ കോശവിഭജനം നടത്താത്തതോ ആയ ജീവികളെല്ലാം പുതിയ തലമുറയെ ഉണ്ടാക്കുന്നത് പ്രസവത്തിലൂടെയാണ്. എന്നാൽ പ്രസവം ശരീരത്തിനുള്ളിലെ ഒന്നിനെ പുറത്താക്കുന്ന ഏതെങ്കിലും പ്രോസസ്സ് പോലെ എളുപ്പമുള്ള കാര്യമാണോ? അതായത് ഈ മലമൂത്ര വിസർജനം പോലെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത കാര്യമാണോ? അല്ലേ അല്ല. കാരണം അവിടെ 2 ജീവനുകളുടെ പ്രശ്നമുണ്ട്. ഒരു ചെറിയ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ തടസ്സം പോലും 2 പേരുടെയും ജീവനെ ബാധിക്കും. അവിടെ പ്രസവിക്കുന്ന ആളുടെ ധൈര്യത്തിനോ വിശ്വാസത്തിനോ ഒന്നും ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാനുമില്ല. പറഞ്ഞല്ലോ, പണ്ടേക്ക് സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട് എന്ന് വെച്ച് പ്രസവം യാതൊരു സങ്കീർണതയും ഇല്ലാത്ത ഒരു സംഗതിയാണെന്ന് അതിനെക്കുറിച്ച് സാമാന്യ വിവരമുള്ള ആരും പറയില്ല. പറഞ്ഞു വരുന്നത് വീട്ടിലെ പ്രസവത്തെ കുറിച്ച് തന്നെയാണ്. ഇപ്പോഴും ഈ 2025 വീട്ടിൽ വെച്ച് തന്നെ പ്രസവിക്കേണ്ടി വന്ന, അങ്ങനെ മരണപ്പെടേണ്ടി വന്നൊരു സഹോദരിയുടെ കരച്ചിൽ ഇപ്പോഴുമുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ. പണ്ട് പേരായിരുന്നു, ഇപ്പൊ കീറ എന്ന് പറഞ്ഞ് കവിത എഴുതി നമ്മുടെ ഒരു മഹാകവിയാണ്. ആടും ആനയും പട്ടിയും ഒക്കെ പ്രസവിക്കുന്നത് ആശുപത്രിയിൽ പോയില്ലല്ലോ എന്ന് ചോദിക്കുന്നത് CM എന്ന മായാവി കോമിക്സിന്റെ ഷെയ്ഖുനെയാണ്. ഇവരൊക്കെയാണ് വീട്ടിലെ പ്രസവത്തിന്റെ അംബാസഡർമാർ. ഭാഗ്യത്തിന് ഇവരാരും പ്രസവ വേദന അറിഞ്ഞവരോ അല്ലെങ്കിൽ അതിലെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചവരോ അല്ല. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സഹോദരിയുടെ ഭർത്താവെന്ന ആ വ്യക്തിയും ഈ കൂട്ടത്തിലുള്ളവരാണ്. പ്രസവം രോഗമല്ല, സോ ഹോസ്പിറ്റലിൽ പോവേണ്ടെന്ന് പറയുന്ന കൂട്ടത്തിലുള്ള അയാൾ ഒന്നാന്തരം ഒരു അന്ധവിശ്വാസ ഗ്രൂപ്പിന്റെ ഉസ്താദും അത് വിറ്റ് ജീവിക്കുന്നവനുമാണെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അയാളുടെ ഈ അന്ധവിശ്വാസത്തിന് ഇരയാവേണ്ടി വന്നത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവൾ കരഞ്ഞു പറഞ്ഞിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ലത്രേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ കണ്ടു. എക്സസ് ബ്ലീഡിംഗ് ആണ് മരണകാരണം. ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ പിഴച്ച വിശ്വാസം കൊണ്ട് അന്ധനായി പോയ ഒരാളെ എന്ത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റും? ഇത് അവസാനത്തെ സംഭവമാണോ? അല്ലേ അല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ് ചെയ്ത വാർത്തയുടെ അടിയിൽ പോലുമുണ്ട് വീട്ടിലെ പ്രസവത്തിന്റെ അംബാസഡർമാർ, അവരുടെ വാദങ്ങൾ. അങ്ങനെ പ്രസവിച്ച സ്ത്രീകൾ വരെയുള്ളവരുടെ കമന്റുകൾ വായിച്ചാൽ കണ്ണു തള്ളിപ്പോകും. പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയവരാണെന്ന് ഇനിയും മനസ്സിലാക്കാത്തവർ. വലിയ ഉസ്താദിന്റെ വലിയ മസാല തന്നെയാണ് അവർക്കും പറയാനുള്ളത്. പട്ടിയും പൂച്ചയും ആശുപത്രിയിൽ പോകുന്നില്ലല്ലോ എന്ന്. പട്ടിയും പൂച്ചയും പാരസിറ്റമോൾ കുടിക്കുന്നില്ലോ എന്ന് ചോദിക്കുന്നില്ല. പട്ടിയും പൂച്ചയും വൈദ്യരെ കണ്ട് അരിഷ്ടവും കഷായവും കുടിക്കുന്നുള്ളൂ എന്ന് ആരെങ്കിലും അവരോട് ചോദിക്കണം. അത്രയെങ്കിലും ചിന്തിക്കാനുള്ള മരുന്ന് അവരുടെ തലക്കകത്ത് വേണ്ടേ? മനുഷ്യരെ പട്ടിയുമായും പൂച്ചയുമായും ഒക്കെ ഉപമിക്കുന്നവർ തൽക്കാലം 4 കാലിൽ നടക്കാനെങ്കിലും പഠിക്കണം. ഇനി ഇസ്ലാമിന്റെ മേൽ പാഞ്ഞു കയറാൻ ചിലർക്ക് കിട്ടിയ അവസരമായിരുന്നു ഇത്. വെള്ളാപ്പള്ളിയുടെ മലപ്പുറവും ഈ വാർത്തയും കൂട്ടിച്ചേർത്ത് വായി മുന്നമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരക്കാർ എല്ലാ മതക്കാരിലുമുണ്ട്. വർഗീയത പോലെ, തീവ്രവാദം പോലെ അന്ധവിശ്വാസത്തിനും മതമില്ല. ഇങ്ങനെയുള്ള ആളുകൾ, അതായത് മെഡിസിൻ വിരുദ്ധർ ആരാണ്? ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചെറിയ പോരായ്മകളെ പോലും പെരുപ്പിച്ച് കാണിക്കുന്നവർ അല്ലെ? ഇഞ്ചക്ഷനും മരുന്നും വാക്സിനും ഓപ്പറേഷനും വെറും ബിസിനസ് ആണെന്ന് പറയുന്നവർ. ഏതോ ഡോക്ടർ എന്തോ തെറ്റ് ചെയ്തു പോയതിനെ ലോകത്തിലുള്ള സകല ഡോക്ടർമാരും അങ്ങനെയാണെന്ന് വിധി എഴുതുന്നവർ. സ്കാനിങ്ങും എക്സ്റേയും ചെയ്യാനേ പാടില്ലെന്ന ഷാഠ്യം പിടിക്കുന്നവർ. അങ്ങനെ തുടങ്ങി വൈറസ് എന്നൊന്നില്ല, അതൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണെന്ന് പറയുന്നവർ വരെ നമുക്കിടയിലുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അങ്ങനെ പറഞ്ഞ് വവ്വാല് കഴിച്ച മാമ്പയം തിന്നു കാണിച്ചൊരു വൈദ്യരെ, ഞാൻ പേര് പറയുന്നില്ല, അങ്ങേരെ കൊണ്ടുപോയത് പക്ഷെ നിപ്പയല്ല, കൊറോണ വൈറസ് ആയിരുന്നു. വൈറസ് ഇല്ലെന്ന് പറഞ്ഞ് നടന്നയാൾ വൈറസ് ബാധയേറ്റ് മരണപ്പെടുക എന്നതിൽ പരം ഐറണി വേറെന്താണുള്ളത്? വേറെയുമുണ്ട് പ്രകൃതി ചികിത്സ എന്ന മേൽവിലാസം ഒട്ടിച്ച് നടക്കുന്ന അന്ധവിശ്വാസികൾ. മനുഷ്യരിൽ രോഗം പരത്തുന്നത് ജിന്നും പിശാചുമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ പോലും യൂട്യൂബിൽ സജീവമായുണ്ട്. മരുന്നിനെ വിഷമായി കാണുന്ന പെന്തക്കോസ് വിശ്വാസികളുണ്ട്. നമ്മുടെ നാട് ആരോഗ്യരംഗത്ത് മുൻപന്തിയിലാണെന്ന് നമ്മൾ വലിയ ഗമയോടെ പറയാറുണ്ടല്ലേ? പക്ഷേ ഇങ്ങനെയുള്ളവരുടെ എണ്ണവും കുറവല്ലെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇതിനൊക്കെ പുറമെയാണ് അക്യുപഞ്ചർ, പ്രാണിക് ഹീലിംഗ്, കാന്ത ചികിത്സ തൊട്ട് യോഗ ട്രീറ്റ്മെന്റ് വരെയുള്ള ഉഡായ്പകൾ. ഇതൊക്കെ ഉഡായ്പാണെന്ന് പറയുമ്പോൾ ചിലരൊക്കെ എതിർവാദവുമായി വരുന്നത് ഫലസിദ്ധി കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റുമായാണ്. വിശ്വാസ ചികിത്സ എന്നത് പ്ലാസിബോ എഫക്റ്റിന്റെ ഒരു കളിയാണ്. അത് വെച്ചാണ് എല്ലാ ലാഡ വൈദ്യന്മാരും പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. ഇന്നലെ മരണപ്പെട്ടു പോയ സഹോദരിയുടെ ഭർത്താവ് സിറാജുദ്ദീനും പറയുന്നുണ്ട് ഒരു അനുഭവം. അങ്ങേർക്ക് വീട് വെക്കാനുള്ള 57 ലക്ഷം ഈ കഴിഞ്ഞ വർഷം കൊടുത്തത് 3 പതിറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ CM ആണ് പോലും. ജീവിച്ചിരുന്ന കാലത്ത് ചികിത്സ കിട്ടാൻ മരിച്ചുപോയ ഒരു പാവമായിരുന്നു ഈ CM എന്ന മനുഷ്യൻ. ആ മനുഷ്യനാണ് മരിച്ചവരെ ജീവിപ്പിച്ചവനായിട്ടും വിമാനം ഇറക്കിച്ചവനായിട്ടും ട്രെയിനിനെ ചൂണ്ടാണി വിരലിൽ നിർത്തിയവനുമായിട്ടും ഒക്കെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ വിറ്റാണ് ഒരു കൂട്ടം പുരോഹിതന്മാർ ഇന്ന് ബെൻസ് കാർ വാങ്ങിക്കുന്നത്. അതിന് കൂട്ടു നിൽക്കാൻ ഇവരുടെ ലൈവ് വീഡിയോയ്ക്ക് മുമ്പിലിരിക്കാൻ ഒരു ജനത ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മളെ പേടിപ്പിക്കുന്ന വിഷയം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ ചികിത്സയുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ കമാൻഡ്? ഇസ്ലാമിന്റെ ഈ കാര്യത്തിലുള്ള നിർദ്ദേശം വളരെ സിമ്പിൾ ആണ്. പടച്ചോൻ രോഗത്തെ മാത്രമല്ല മനുഷ്യന് ഇറക്കി കൊടുത്തിട്ടുള്ളത്, ആ രോഗം വരാതിരിക്കാനുള്ള ജീവിത രീതി കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി വന്നാൽ തന്നെ അതിനുള്ള മരുന്ന് ഈ ഭൂമിയിൽ തന്നെയുണ്ട്. അതും പടച്ചോന്റെ തന്നെ സൃഷ്ടിയാണ്. അതിനെ കണ്ടുപിടിക്കാനുള്ള പണി മാത്രമേ പടച്ചോൻ മനുഷ്യരെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ എല്ലാ രോഗങ്ങൾക്കും ഒറ്റമൂലി പഠിപ്പിക്കാനല്ല പ്രവാചകന്മാരെ അയച്ചത്. പ്രവാചക വൈദ്യം എന്ന പേരിൽ അറിയില്ലേ, ചിലരൊക്കെ അങ്ങനെയും കാശുണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രവാചകനോ ഇസ്ലാമോ ഒന്നുമല്ല വിശ്വാസ ചികിത്സയുടെ പ്രശ്നം, കാശാണ് അവരുടെ മോട്ടീവ്. പിന്നെ ആ കാശ് ചുളിവിൽ അടിച്ചു മാറ്റാനുള്ള വിശ്വാസം വല്ലതുമുണ്ടോ എന്ന് പരതി അതിനുള്ള തെളിവുകൾ കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ടത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതാണ് എല്ലാ അന്ധവിശ്വാസ ഫാക്ടറികളും നടത്തിക്കൊണ്ടിരിക്കുന്ന പണി. ഇവിടെ വൈദ്യശാസ്ത്രം മുഴുക്കെ നല്ലവരാണെന്ന വാദമൊന്നും ആർക്കുമില്ല. പക്ഷെ പണ്ടൊക്കെ വീട്ടിലല്ലേ പ്രസവിച്ചതെന്ന് ചോദിക്കുന്നവർ അന്ന് എത്ര പേര് പ്രസവം കഴിഞ്ഞ് ബാക്കിയായിട്ടുണ്ടെന്ന് ചിന്തിക്കാറില്ല. എന്തായിരുന്നു നമ്മുടെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 220 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു നമ്മുടെ നാട്ടിൽ. പ്രസവത്തിൽ മരണപ്പെട്ടു പോകുന്ന അമ്മമാരുടെ കണക്ക് വേറെയുമുണ്ട്. ഇന്ന് അതാണോ അവസ്ഥ? 1000 കുഞ്ഞുങ്ങളിൽ 6 കുഞ്ഞുങ്ങളെ മരിക്കുന്നുള്ളൂ. ഇതാണ് റിയാലിറ്റി. ഇത് പിഞ്ഞാണം കുടിച്ചും നഫീസത്ത് മൗലൂദ് ചൊല്ലിയും കൊന്ത പിടിച്ച് പ്രാർത്ഥിച്ചും ഉണ്ടാക്കിയെടുത്ത നേട്ടമല്ല, മനുഷ്യൻ ആശുപത്രികളെ ആശ്രയിച്ചത് കൊണ്ടുണ്ടായ നേട്ടമാണ്. ആധുനിക ചികിത്സ കിട്ടിയത് കൊണ്ടുള്ള നേട്ടമാണ്. അതാണ് ചിലരൊക്കെ ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അന്ധവിശ്വാസ ഫാക്ടറികളെ നിലക്ക് നിർത്തേണ്ടത് ഭരണകൂടത്തിന്റെ മാത്രം ബാധ്യതയല്ല, മത സാമൂഹ്യ സംഘടനകൾ കൂടി അതിൽ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. കാരണം അന്ധവിശ്വാസത്തിന് ബലിയാടാവേണ്ടി വരുന്നത് അന്ധവിശ്വാസികൾ മാത്രമല്ല, സമൂഹത്തിലെ ഓരോരുത്തരുമാണ്. ആ സഹോദരിയുടെ ഭർത്താവ് കസ്റ്റഡിയിലാണെന്ന വാർത്ത കണ്ടു. അയാളെ ചോദ്യം ചെയ്ത് വിടാനേ നമ്മുടെ നിയമത്തിന് തൽക്കാലം നിവൃത്തിയുള്ളൂ. കാത്തിരിക്കാൻ ഒരു യുദ്ധകാലം പോലും ഇല്ലാത്ത അയാൾ ഇനിയും കല്യാണം കഴിക്കും. അതല്ലേ സംഭവിക്കുക? എന്നിട്ടോ മരിച്ചവരെ ജീവിപ്പിച്ച തന്റെ ഷെയ്ഖിന്റെ അനുഭവം യൂട്യൂബിലൂടെ അയാൾ ഇനിയും വിളിച്ചു പറയും. അയാളുടെ സബ്സ്ക്രൈബേഴ്സായ 65,000 മനുഷ്യർ അത് കേട്ട് മാഷാ അല്ലാ പറയും. അപ്പോഴും തങ്ങളുടെ ഉമ്മയെ ജീവിപ്പിക്കാൻ എന്താ ഉപ്പ ഷെയ്ഖിനോട് പറയാത്തതെന്ന് 5 കുരുന്നുകൾ നെടുവീർപ്പിടുന്നുണ്ടാകും. ആ നെടുവീർപ്പ് മതി അവരുടെ ഉമ്മാക്ക് സ്വർഗപ്രവേശനം കിട്ടാൻ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരോട് പടച്ചോൻ കാരുണ്യം കാണിക്കട്ടെ. മാസ്സലാമ. അസ്സലാമു അലൈക്കും.